കാട്ടാന ഭീതി ഒഴിയാതെ ഇടുക്കി. പടയപ്പ വീണ്ടും ജനവാസ മേഖലയിലെത്തി. ചിന്നക്കനാൽ സിംഗുകണ്ടത്ത് കാട്ടാന പള്ളിയുടെ സംരക്ഷണ വേലി തകർത്തു. മുറിവാലൻ എന്ന കാട്ടാനയാണ് സിംഗുകണ്ടത്ത് ഇറങ്ങിയത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, എന്താണ് വിവരങ്ങൾ? പുലർച്ചെയോടെയാണ് ദേവികുളം ഫാക്ടറി ഡിവിഷനിൽ പടയപ്പ ഇറങ്ങിയത്. ലയങ്ങളോട് ചേർന്നുള്ള കൃഷിത്തോട്ടത്തിലെത്തിയ പടയപ്പ നേരിയ തോതിൽ കൃഷിവിളകൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പിന്നീട് RRT സംഘം എത്തിയ ആനയെ ആ സ്ഥലത്ത് നിന്ന് തുരത്തി. പക്ഷേ ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ പടയപ്പ തുടരുകയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആളുകൾക്ക് നേരെ എന്തായാലും അക്രമ സ്വഭാവം പടയപ്പ നിലവിൽ കാണിക്കുന്നില്ല എന്നുള്ളതും ആശ്വാസകരമായ കാര്യം തന്നെയാണ്. എന്തായാലും ഈ ചിന്നക്കനാലിലേക്ക് വന്നു കഴിഞ്ഞാൽ ചക്കക്കൊമ്പൻ അതുപോലെ തന്നെ മുറിവാലൻ, ഈ രണ്ട് ആനകൾ ജനവാസ മേഖലയിൽ സ്ഥിരമായിട്ടുണ്ട്. ആളുകൾക്ക് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇന്ന് പുലർച്ചയോടുകൂടിയും സെന്റ് തോമസ് സിംഗുകണ്ടത്തെ സെന്റ് തോമസ് പള്ളിയുടെ സംരക്ഷണ വേലിയാണ് മുറിവാലൻ എന്ന കാട്ടാന ആക്രമിച്ച് തകർത്തത്. ഇന്ന് പുലർച്ചയോടുകൂടി BL റാമിൽ ഉണ്ടായിരുന്ന ആനയെ RRT സംഘമാണ് തുരത്തിയത്. തുരത്തിയ ആന സിംഗുകണ്ടത്തേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ചക്കക്കൊമ്പൻ എന്ന കാട്ടാനയെ നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള ആശങ്ക ഇടുക്കിയിൽ നിലനിൽക്കുന്നു. ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട്, വന്യജീവികൾ സ്ഥിരമായി ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.